ഇവിടെ വിവാഹമോചനം ആവശ്യപ്പെട്ട് നിൽക്കുന്ന എത്ര പേര് അവർ സമ്പാദിച്ച സ്വന്തം പൈസ കൊണ്ട് നടത്തിയിട്ടുണ്ടെന്ന് ചോദിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും നോക്കി ചെയ്തു കൊടുത്ത് ഈ നിമിഷം വരെ അവരുടെ പാരന്റ്സ് അതിന്റെ കടം തീർത്തോണ്ടിരിക്കുക. ഓരോ രൂപ ചെലവാക്കുമ്പോഴും ഒരാളോട് ചോദിക്കണം എന്നുള്ളത് അടിമത്തമാണെങ്കിൽ കണ്ണീരും വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ കുടുംബം, ഭാര്യ, കുട്ടികള്, വിദ്യാഭ്യാസം, ചികിത്സ, മരുന്ന്, കടന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും ചെലവാക്കി തനിക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കാൻ കഴിയാത്ത ആണുങ്ങൾ അടിമകൾ തന്നെയല്ലേ മേഡം? അതാണ് ഇൻഡിപെൻഡൻസ് വേണം. പെൺപിള്ളേർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. പക്ഷേ ഈ ഒരു ജോലി കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡൻസി വേണം. അത് ആണായാലും പെണ്ണായാലും പഠിച്ചൊരു ജോലി കിട്ടാനായിട്ട് എല്ലാത്തിനും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം, പാരന്റ്സിനെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇൻഡിപെൻഡന്റ് ആവണം, ചോദിക്കാൻ പാടില്ല. ഇപ്പൊ ക്ലീവേജ് കാണുന്ന നടക്കത്തൊരു ഡ്രസ്സ് ഇട്ട് നീ ഇതിനാ ഡ്രസ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് എന്റെ ഇഷ്ടമാണ്, ചോദിക്കാൻ പാടില്ല. ചിലവാക്കുന്ന പൈസ തന്ത അല്ലെങ്കിൽ കെട്ടിയ അല്ലെങ്കിൽ കാമുവൻ. ഞാൻ ഏത് ഡ്രസ്സ് ഇടും, ആ ഡ്രസ്സ് വാങ്ങിയുള്ള പൈസ തന്ത കൊടുക്കണം, കെട്ടിയും കൊടുക്കണം, അല്ലെങ്കിൽ കാമുവൻ കൊടുക്കണം. പക്ഷെ ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നു എന്നുള്ളത് നീ ചോദിക്കരുത്, നീ അറിയരുത്, നീ പൈസ തന്നാൽ മതി. അതൊക്കെ എന്റെ ഫ്രീഡം, ഞാൻ എന്ത് ഇടുന്നു എന്നുള്ളത്. പക്ഷെ പൈസ നീ തരണം, അങ്ങനെയാണ്. അതവരെ കാര്യമാണ്. നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ എനിക്ക് ചെലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയെക്കാളും ഞാൻ സമ്പാദിക്കുന്ന പൈസ എനിക്ക് തന്നെ ചെലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എത്ര ഭീകരമായ അവസ്ഥയാണ് മേഡം. ഇതിലിപ്പോ ആണുങ്ങൾക്ക് എവിടെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ളത്? വേറൊരു കാര്യം മേഡം, നാട്ടിലുള്ള രൂപയൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ അത് സ്ത്രീകൾ സമ്പാദിക്കുമ്പോൾ മഹത്തായ നേട്ടവും പുരുഷന്മാർ സമ്പാദിക്കുമ്പോൾ അത് അവരുടെ കടമയായി മാറുന്നത് എങ്ങനെ? എനിക്ക് പേഴ്സണലി ഒരു 40-43 വയസ്സുള്ള ഒരു ആന്റി അറിയാം. അപ്പൊ ഈ ആന്റിയുടെ ഹസ്ബൻഡ് ഗൾഫില്. പുള്ളിക്കാരി പറഞ്ഞു ഇപ്പൊ 42-41 വയസ്സായി. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡ് ജോലിക്കൊന്നും വിടത്തില്ല, ഹസ്ബൻഡ് പണ്ട് ജോലിക്കൊന്നും വിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരുടെ ലൈഫ് ഇങ്ങനെ ആയി പോയത്. എന്നാൽ വീട്ടിൽ എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടെ എന്ന് ഞാൻ ആന്റിയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ആന്റി പറയുന്നൊരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, മക്കളെ 40-42-41 വയസ്സായി, ഇനി എന്തെങ്കിലും ചെയ്യാനാണ്, പഠിച്ച വയസ്സിലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൂടെ. ഇപ്പം ഫിനാൻഷ്യലി ടൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ഹസ്ബൻഡ് സമ്മതിക്കൊന്നും ചെയ്തൂടെ. ഇനി അതിനൊന്നും വയ്യ മക്കളെ, ഞാനൊന്നും വയ്യ, പണിയെടുക്കാൻ പോകാൻ വയ്യ. എന്നിട്ട് സ്വിച്ചങ്ങ് ഇരിക്കണം, കെട്ടി അയക്കുന്ന പൈസയിൽ സ്വിച്ചങ്ങ് ഇരിക്കണം. പക്ഷെ പണ്ട് കെട്ടിയാൻ പണിക്ക് പോകാൻ വിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എന്നിട്ട് കെട്ടി അയക്കുന്ന പൈസയിൽ വീട്ടില് ചോറും കറിയും പോലും വയ്ക്കാതെ ഫുൾ ടൈം സ്വിഗ്ഗി സൊമാറ്റോ ഒന്ന് ഓർഡർ ചെയ്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ടും പൈസ ടൈറ്റ് വരും. റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കത്തില്ല, സൂപ്പർ മാർക്കറ്റിൽ പോയ സാധനങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. പൈസക്ക് ടൈറ്റ് വരുമ്പോ കെട്ടിയവനെ പഠിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ നോക്കിയാൽ 42 വയസ്സായി പോയില്ലേ, ഇനി പറ്റത്തില്ല എന്ന് പറയും. എനിക്ക് മനസ്സിലാകാവുന്ന ഒരാളാ. അതേപോലെ ഇതാണ് പെമ്പിള്ളാരുടെ കേസ്.